റാസൽ കൈമയിലെ ആ വലിയ വീട്ടിലല്ല, ഞങ്ങൾ താമസിക്കുന്ന ചെറിയ വീട്ടിൽ ഒരു സ്പോട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒരു ക്യാമ്പ് ഫയർ സ്പോട്ട്. വീക്കെൻഡ് ആകുമ്പോൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് സംസാരിക്കുന്നതും കൂട്ടത്തിലിരിക്കുന്നതും ഒക്കെ പ്രവാസികളെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ആ കൂട്ടത്തിൽ ഒരു ക്യാമ്പ് ഫയർ സ്പോട്ട് കൂടെ. ക്യാമ്പ് ഫയർ ഫുഡിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ ഉടനെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, എല്ലാവരും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ അൽഹൂത്തി വന്നു. ഇവിടെ നല്ല നാടൻ കപ്പ കിട്ടും. അൽഹൂത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു റാസൽ കൈമയ്ക്ക് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലമായിരിക്കും. ഇവിടെ വന്നപ്പോഴാണ് അതൊരു സൂപ്പർ മാർക്കറ്റാണെന്ന് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ വന്നു, കപ്പ നോക്കി, പക്ഷേ അതത്ര പോരാ. അവർ പറഞ്ഞു വേറെ കപ്പ കൊണ്ട് തരാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അതിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. ഇതൊക്കെ കണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പെറുക്കി ബക്കറ്റിലിട്ടു. ഈ ബാറിൽ വന്ന ഒരു പ്രശ്നം ഇതാണ്, ഇവർ നമ്മളെ കൊതിപ്പിക്കും. പല രാജ്യത്തെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, അങ്ങനെ എന്ത് വേണ്ട നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം അവർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. ആ സമയം പോയ പയ്യൻ കപ്പ എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്ന് നല്ല കപ്പ നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നൊരു ഇന്ത്യക്കാരനാണ് കേട്ടോ. അങ്ങനെ കപ്പയെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തു. ഞങ്ങളിതേ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. കുറേ നാളിന് ശേഷമാണ് വീക്കെൻഡിൽ എല്ലാവരോടും ഒത്തുകൂടുന്നത്. ആർക്കും ഇത്തരത്തിലൊരു സ്പോട്ട് എങ്ങും കണ്ടെത്താൻ പറ്റിയില്ല. എല്ലാവരും ഒത്തുകൂടി സംസാരിച്ചു, കഥ പറഞ്ഞു, പാട്ടുപാടി, കൊച്ചുകുട്ടികൾക്ക് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്തു. ഈ ക്യാഫെയറിന് ചുറ്റും എല്ലാവരും നിന്നു. എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. അതിനുശേഷം നമ്മുടെ മെയിൻ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫുഡിങ് ആണ്. എല്ലാവരും കുറേ നാളിന് ശേഷം കൂട്ടത്തിൽ വരുന്നതുകൊണ്ട് നമ്മുടെ നാടൻ ഫുഡാണ്. നല്ല നാടൻ കപ്പയും അതിൻ്റെ ഫിഷും ബീഫും ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതിനോട് ചൂടായിരുന്നു കുറേ നേരം പാട്ടുപാടി വർത്തമാനം പറഞ്ഞു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12 മണിയോടുകൂടി പരിപാടി വൈൻഡപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.